ശബരിമല സംഘടിത സ്വർണ്ണക്കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും SITയും കടന്നാക്രമിച്ച് ഹൈക്കോടതി. ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നതിൽ രൂക്ഷ വിമർശനം. മകൻ SP ആയതുകൊണ്ടാണ് ആശുപത്രിയിൽ പോയി കിടക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടിയോട് യോജിക്കാൻ കഴിയില്ല. ഈ സംസ്ഥാനത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ഹൈക്കോടതി. എല്ലാം പോറ്റിയേൽപ്പിച്ചാൽ പിന്നെ ദേവസ്വം ബോർഡിന്റെ ജോലി എന്താണ്? ബുദ്ധിപൂർവം കുറ്റം ചെയ്യുമെന്ന ഉദ്ദേശത്തിലാണ് സ്വർണം ചെമ്പാക്കി പത്മകുമാർ എഴുതിച്ചേർത്തതെന്നും ഹൈക്കോടതി വിമർശിച്ചു. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ, മുൻ അധ്യക്ഷനെ, ഇപ്പോഴുള്ള അന്വേഷണ സംഘത്തെ, പ്രത്യേക അന്വേഷണ സംഘ ഉദ്യോഗസ്ഥരെ വലിയ വിമർശനത്തോടെയാണ് കോടതി സമീപിച്ചിരിക്കുന്നത്. അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്. കോടതി വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുരാരി ബാബു, പത്മകുമാർ, ഗോവർദ്ധൻ എന്നീ 3 പ്രതികളുടെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കവെയാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിലുള്ള അതിരൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒരാൾ പ്രതി ചേർത്ത അന്നു മുതൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. മകൻ SP ആണ്, അതാണ് ആശുപത്രിയിൽ പോയതെന്നായിരുന്നു കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള പരാമർശം. അതുമാത്രമല്ല, SITക്കെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഈ സംസ്ഥാനത്ത് എന്ത് അസംബന്ധമാണ് നടക്കുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടികളോട് തങ്ങൾക്ക് യോജിപ്പില്ല. SITയുടെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വാചകങ്ങൾ. അതായത്, ശങ്കർദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കഴിഞ്ഞ തവണ മുരാരി ബാബുവിന്റെ അടക്കം, വാസുവിന്റെ അടക്കം ജാമ്യാപേക്ഷകൾ തള്ളിയ വേളയിൽ ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചതാണ്. അതിന് തൊട്ടു പിന്നാലെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ശങ്കർദാസിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് SIT കടക്കുന്നത് മകന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ സ്വാധീനത്താൽ ആണോ എന്നുള്ള പരോക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിടങ്ങളിൽ നിന്ന് സംശയങ്ങളും ആക്ഷേപങ്ങളും തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു വിമർശനങ്ങളും ചോദ്യങ്ങളും തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടാകുന്നത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, തിരക്കിട്ട നീക്കം അതിന്റെ ഭാഗമായി ഉണ്ടായി. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ശങ്കർദാസിനെ പോലെ ഒരാളെ തൊടാൻ അന്വേഷണ സംഘം ഭയക്കുന്നു? എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമായിരുന്നു ഉയർന്നത്. ഇത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ കോടതിയുടെ ഭാഗത്തിനും കൃത്യമായ നിരീക്ഷണമുണ്ടായിരിക്കുന്നു, ഇടപെടലുണ്ടായിരിക്കുന്നു, വിമർശനമുണ്ടായിരിക്കുന്നു, അല്ലേ? അതെ സുരേഷ്, ഇത് SITയെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകുന്നുണ്ട്. കാരണം SITയുടെ അന്വേഷണത്തിൽ ഹൈക്കോടതി തന്നെ വീണ്ടും രണ്ടാമത് അസംതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്തേക്ക് മാത്രം SITയുടെ അന്വേഷണം കേന്ദ്രീകരിക്കുന്നു, നിഷ്പക്ഷമല്ല, ചിലരെയൊക്കെ ഒഴിവാക്കി നിർത്തുന്നു, ചിലർക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ SIT സംഘം നടത്തുന്നു. ഇത് തന്നെയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. ഹൈക്കോടതി ഇത്തരം വിമർശനം നേരത്തെ ഉന്നയിച്ചപ്പോൾ പോലും വലിയ രീതിയിൽ ഒരു മറുപടി നൽകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാനോ SIT മുതിർന്നില്ല. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സ്വാധീനത്താൽ തന്നെയാണ്. അപ്പോൾ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം SITക്ക് നടത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ശരിവെക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ. മാത്രമല്ല, SITക്ക് മേൽ സമ്മർദ്ദമുണ്ട്, SITക്ക് മേൽ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷപാതരഹിതമായിട്ട് ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് ചില പരിമിതികൾ SITക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഇത് വെളിവാക്കുന്നത്. ശങ്കർദാസിലേക്ക് അന്വേഷണം എത്താത്തതിൽ രണ്ടാമത്തെ തവണ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് വരുന്നത്. രേഷ്മ, തുടരുക ഇപ്പോൾ.